അങ്ങനെ എന്താ നമ്മളെ ഹുമയൂൺ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു റിക്ഷയിലേക്ക് കയറി. ഇപ്പം ഞാൻ തന്നെ ഡ്രൈവർ എന്ന് പറഞ്ഞല്ലേ, നമ്മൾ മുഹമ്മദ് അയാൻ ഡ്രൈവറുടെ പേര്. പക്ഷേ അപ്പോൾ ഞാൻ തന്നെ ഡ്രൈവർ ചെയ്യാം. നോക്കിയാൽ എല്ലാം ഫുള്ള് സെറ്റാണ്. ഇനി ഇവിടുന്ന് നേരെ മെട്രോയിലേക്ക് പോകണം. ഇതിൻ്റെ നേരെ അടുത്ത് തന്നെയാണ് ഈ പുരാന കില എന്നെല്ലാം പറഞ്ഞ സംഭവം. 2.5 കിലോമീറ്റർ അങ്ങനെയുള്ളൂ. പക്ഷേ നിങ്ങൾ അവസ്ഥ നോക്കിയേ, ഇതാണ് ബ്ലോക്ക്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ബ്ലോക്ക് ഒന്നല്ല മക്കളെ, 5ാമത് ബ്ലോക്ക്. സോ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഏകദേശം ഇതെല്ലാം പോലത്തെ സംഭവം തന്നെയാണ് പുരാണക്കിലെല്ലാം. പിന്നെ ചരിത്രത്തോട് അത്രയും താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് കാണുക, എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഞാനെന്തായാലും നേരെ ഇപ്പം മെട്രോ സ്റ്റേഷനിലേക്ക് തിരിച്ചുകൊണ്ട് പരിപാടിയാണ്. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ റിക്ഷ ഷെയറിങ് ആയതുകൊണ്ട് 20 രൂപയ്ക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ ഞാൻ മറ്റേ റാപ്പിഡോയിൽ ബുക്ക് ചെയ്യുന്നതാണ് 30 രൂപ. ഇപ്പോൾ പോകുന്ന സമയത്ത് 20 രൂപയ്ക്ക് സംഭവം ഓക്കെയാണ്. ഷെയറിങ് ആണ് കേട്ടോ. മോനെ ഇത് കയ്യും കാലും എടുത്തിട്ട് പോകും തോന്നല്ല. പോട്ടോ അല്ലോ, എന്തോ ഇത് സീനാണ് കേട്ടോ. ഇപ്പം പുറത്തു എന്താ മോനെ കഴിഞ്ഞ കാലി പോകില്ല. നമ്മളിപ്പോൾ പോകുന്ന ഈ വണ്ടി ഇലക്ട്രിക് ആണ് കേട്ടോ. ഞാൻ ഇവരോട് ചോദിച്ചു എത്രയാണ് ഇതിന് മൈലേജ് നോക്കുക. 1.5 ഇലക്ട്രിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് 120 മൈലേജ് കിട്ടുന്നത്. ഒരു സിംഗിൾ ചാർജിങ്ങിൽ 120 മൈലേജ്. 120 എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ചാർജിന് എത്ര റേറ്റ് വരിക. അപ്പോൾ ഒരു ചാർജിന് 120 റുപ്യാണ്. അപ്പോൾ 1 കിലോമീറ്ററിന് 1 റുപ്യാണ് ഇവരുടെ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ അടിപൊളി, നല്ലൊരു വരുമാനമാർഗം തന്നെയാണ് ഇവർക്ക്. 120 റുപ്യക്ക് 120 കിലോമീറ്റർ ഓടാം. അപ്പോൾ പിന്നെ ഇവിടെ എത്തി, നമ്മൾ ഡീലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അയാൻ ബ്രോനോട് ബായ് പറയുന്നു. ഓക്കെ, താങ്ക് യു, ബൈ, സി യു. അപ്പോൾ ഇൻസ്റ്റാ പേജെല്ലാം വാങ്ങി യൂട്യൂബിലെല്ലാം കയറി സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നോട് പറഞ്ഞ എല്ലാം ചെയ്ത് തരണോ ആക്കി തരണോ എന്നെല്ലാം പറയുന്നതെല്ലാം പോയി. അങ്ങനെ ഓനെയും പരിചയമായി, അടിപൊളി. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഹുമയൂൺ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയ ഞാനിപ്പോൾ നേരെ എനിക്ക് പോകുന്നത് നമ്മുടെ രാജ്ഘാട്ടിലേക്കാണ്. രാജ്ഘാട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിൻ്റെ ശവസംസ്കാരം നടന്ന ഏരിയയാണ്, സ്ഥലമാണ് രാജ്ഘാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നേരെ നമുക്ക് അവിടത്തേക്ക് പോവാം. അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. അതിനിടെ ഞാൻ ഒരു സംഭവം പരിചയപ്പെടുത്തരുത്. ഇതാണ് ഇവിടുത്തെ മെട്രോ കാർഡ് കേട്ടോ. മെട്രോ കാർഡ് മീൻസ് ഡൽഹിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ദിവസത്തേക്ക് കംപ്ലീറ്റ് ഫുള്ളി ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണിത്. ഇത് ഞാൻ 500 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. ഇത് 50 രൂപ എനിക്ക് ലാസ്റ്റ് റീഫണ്ടും തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 ഡേയിലേക്കാണെങ്കിൽ 200 രൂപ, അതായത് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മെട്രോയിൽ യാത്ര ചെയ്യാം. ഞാൻ ഫസ്റ്റ് 2 ഡേയ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എടുത്തു. എനിക്കൊന്ന് ഇതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. സോ ഇനി ഇത് വെച്ചിട്ട് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കയറുക പോവുക. ഇതാണ് എനിക്ക് പരിപാടി കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് രാജ്ഘാട്ടിലേക്ക് വിടാം. അങ്ങനെ ഞാനിതാ രാജ്ഘാട്ട് സമാധി ഓഫ് മഹാത്മാഗാന്ധി ഇതിൻ്റെ ഏരിയയിലേക്ക് എത്തിയട്ടെ. ഇതിൻ്റെ എൻട്രി ആ സൈഡിലേക്കാണ് പറഞ്ഞത്. പോയി നോക്കാം. ഇതിനു വേണ്ടി നോക്കിയട്ടെ. ഇനി ഹെൽമെറ്റും വേണ്ട, സിഗ്നലും വിഷയമല്ല, എന്താ ഇത് വരും. പോകാം. ഇതൊക്കെ ഞങ്ങൾ നല്ലൊരു കാമൻ ക്വയറ്റായിട്ടുള്ള ഏരിയ കേട്ടോ. നല്ല രസമുണ്ട് നടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓ സൂപ്പർ. സൈഡിലാണ് സംഭവം രാജ്ഘാട്ട്. അങ്ങനെ ഞാനിപ്പോൾ എന്താ രാജ്ഘാട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കേട്ടോ. ഇത് ശരിക്കും ഒരു ഉദ്യാനം, എന്താ പറയുക, ഒരു പൂന്തോട്ടം എന്നൊക്കെ പറയാം. അതുപോലുള്ള നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഒരു പാർക്കെല്ലാം പോലെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പോർഷനിലാണ് നമ്മുടെ മഹാത്മാഗാന്ധിയെ സംസ്കരിച്ച സ്ഥലമുള്ളത്.
രാജ്ഘാട്ട് കണ്ടില്ല നിങ്ങൾ? ചുറ്റും മനോഹരമായ പൂന്തോട്ടമാണ്. അതിൻ്റെ ഒത്ത നടുവിലാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സംസ്കാരം നടന്നിട്ടുള്ള സ്ഥലമാണത് കേട്ടോ. അതിൻ്റെ ചുറ്റിലും 4 ഭാഗത്തേക്ക് ഇതുപോലെ ഹൈറ്റിൽ പാർക്ക് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ ചെരുപ്പുകളിലൂടെ അയച്ചു വെച്ചിട്ടുണ്ടോ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫ്രീ സർവീസ് അറ്റ് ഓൺ റിസ്ക് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് അയച്ചു വെക്കുക, പോയാൽ നമ്മൾ പോയി. ഇത്രയാണ്. എന്തായാലും ഞാൻ റിസ്ക് ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചു. ഷൂസ് ഇവിടെ വെക്കുന്നുണ്ട്. ഇനി പോയി വരുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ കാണാം. പോയി നമുക്ക് അകത്ത് കയറാം. അങ്ങനെ രാജ്ഘാട്ടിൽ മഹാത്മാഗാന്ധിയെ അടക്കം ചെയ്ത ആ ഒരു സ്ഥലത്തിന് നേരെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഇവിടെ ഒരിക്കലും കെടാതെ സൂക്ഷിക്കുന്ന ഒരു വിളക്കുണ്ട്. എല്ലാ സമയത്തും കത്തിച്ചു വെക്കുന്നൊരു വിളക്ക്. അതാണ് ആ സൈഡ് കാണിക്കുന്നത്. ഹേ റാം, മഹാത്മാഗാന്ധി അവസാനമായിട്ട് ഉച്ചരിച്ച വാക്കാണത്. ശരിക്കും പറഞ്ഞാൽ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കേട്ടോ. കുറേ സമയം എന്ന് പറഞ്ഞാൽ കുറേ സമയം ഇട്ടിരുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ ജനിച്ച നമ്മുടെ മഹാത്മാഗാന്ധി ഇവിടെ വന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന് 1948 നമ്മളിൽ നിന്ന് വിട്ടുവീരുന്നത്. എക്സാക്ട്ലി സത്യം പറഞ്ഞാൽ നമ്മുടെ മഹാത്മാഗാന്ധി കൊല്ലപ്പെടുകയായിരുന്നു. എല്ലാവർക്കും അറിയാലോ, നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന കാബാലികൻ്റെ കരങ്ങളാൽ വെട്ടിയേറ്റ് മരണപ്പെട്ടു. ഇതാണ് സംഭവം. പക്ഷെ എന്തോ ഇവിടെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലുണ്ട്. നമ്മൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇവിടെ ഇരുന്ന് വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ. ആക്ച്വലി ഞാനിപ്പോൾ രാജ്ഘാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. ഫൈസു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഡൽഹി സ്വദേശിയായിട്ടുള്ള മൂപ്പർക്ക് സോളോ ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പോകുന്നതാണ്. എന്നോട് കുറേ ചോദിച്ചു യൂട്യൂബ് വീഡിയോ എങ്ങനെ ചെയ്യാമെന്നല്ല. ഞാനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ, എനിക്കൊന്നും പറയാൻ അറിയില്ലല്ലോ. അറിയാൻ പോകുന്ന പോലെല്ലാം പറഞ്ഞു കൊടുത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചു മൂപ്പർ ചിരിക്കുന്നത്. ഓക്കെ, എനിവേ നൈസ് ടു മീറ്റ് യു. താങ്ക് യു. കീപ് യുവർ ട്രാവലിംഗ് ആൻഡ് ജസ്റ്റ് എക്സ്പ്ലോർ. ഓക്കെ, ബൈ. സമയം 5:45 കേട്ടോ. ഞാൻ ഇന്ന് തന്നെ റെഡ് ഫോർട്ടും കൂടി കാണാമെന്നെല്ലാം വിചാരിച്ചാണ്. പക്ഷെ നടക്കില്ല. റെഡ് ഫോർട്ട് 4:30 അങ്ങനെ ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും രാജ്ഘാട്ടിൽ വെച്ചിട്ട് ഇന്നത്തെ സായാഹ്നം എവിടെ ആയിക്കോട്ടെ, ഇവിടെ നിന്ന് ഇന്നത്തെ സൂര്യാസ്തമയം എല്ലാം കണ്ടിട്ട് നമുക്ക് മെല്ലെ തിരിച്ചു പോകാം. അപ്പം തന്നെ നോക്കിയേ, സൂര്യൻ അസ്തമിക്കുന്ന ഒരു വ്യൂ നോക്കിയേ ഞങ്ങൾ. മേലെ കയറിയിട്ട് രാജ്ഘാട്ടിൻ്റെ ഭംഗിയും ഈ ഉദ്യാനത്തിൻ്റെ ഭംഗിയും സൂര്യാസ്തമയത്തിൻ്റെ ഭംഗിയെല്ലാം ഒരുപോലെ ആസ്വദിച്ചിട്ട് ഇവിടുന്ന് പോകാം. മുഹമ്മദ് സയ്യിദ്. ഓക്കെ, നമ്മുടെ നേരത്തെ കണ്ട ബ്രോൻ്റെ ഫൈസി ബ്രോൻ്റെ ബ്രദറും അനിയനും കണ്ടു. നമ്മൾ വീണ്ടും കണ്ട്. ഞാൻ ഇങ്ങനെ സൂര്യാസ്തമയം അസ്തമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് കേട്ട് നിൽക്കലായിരുന്നു. Are you studying? Zahid, are you studying? In which standard? Section 8. Sorry? In which standard? In which standard? In which class? In which class are you studying? 1A.
1A. 1A. Oh, And the fine. school name? GD Goenka. Sorry? GD Goenka. GD Goenka. School name? That is very expensive school Oh. in Delhi. I mean, you will have to pay each month 21,000, Each month 21,000. 22,000. Okay. The school is so expensive. Yeah. Okay, all the very best. Okay? Bye. Tata bol. So say goodbye. Goodbye. Bye bol. Bye. Okay, bye. Ronaldo style चाहिए? Malu, Ronaldo style. Come. Okay, do it. Ronaldo style. Yes, come on. Yes, super. Nice ball. Bye. അങ്ങനെ രാജ്ഘാട്ടിലെ കാഴ്ചകളും സായാഹ്നവും ഒക്കെ ആസ്വദിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് തിരികെ പോവാണ്. നേരെ റൂമിലേക്ക് പോകണം. രാത്രി നോക്കട്ടെ, പറ്റുവാണെങ്കിൽ കരോൾ ബാഗ് സൈഡ് മാർക്കറ്റിലേക്കൊക്കെ ഒന്ന് കറങ്ങണമെന്നുണ്ട്, നോക്കാം. അപ്പം ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. അടിപൊളി സ്ഥലം, എന്താ പറയുക, നല്ലൊരു ഫീൽ കിട്ടുന്ന അടിപൊളി സ്പോട്ട്. എന്തായാലും വരിക. എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കുറേ നേരം അവിടെ നിൽക്കണം. ഞാൻ ഇന്നാകെ 2-3 സ്ഥലത്താണ് പോയത്. പക്ഷേ മിക്ക ആൾക്കാരും ഡൽഹി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യും. അത് അവരുടെ കുഴപ്പമൊന്നുമല്ലേ, ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും. ഞാൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ സമയം ഇരിക്കുക, അവിടെ നിൽക്കുക, പിന്നെ മെല്ലെ പോവുക. ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ പോക്ക്. അങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു ദിവസം തന്നെ കുറേ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാണ്ട് പറ്റുന്നില്ല.